അടമാങ്ങ കൊണ്ടൊരു അച്ചാർ ഉണ്ടാക്കിയാലോ? അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത് ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ലോണം ഉണക്കിയെടുത്ത മാങ്ങയാണ്. അപ്പോൾ നമുക്ക് നല്ല തിളച്ച വെള്ളത്തിൽ ഒരു 10-15 മിനിറ്റോളം മാറ്റി വയ്ക്കാം കേട്ടോ, നല്ലോണം സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അതേ സമയത്ത് ഒരു പാൻ വെച്ച് കൊടുത്ത് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക, കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ. കടുക് നല്ലോണം പൊട്ടി വരുമ്പോൾ കറിവേപ്പിലയും വറമുളക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ നല്ലോണം ഇളക്കിയ ശേഷം അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കളറൊക്കെ മാറി ആ പച്ചമണമൊക്കെ മാറി വരുന്ന ആ ഒരു സമയത്ത് നമ്മൾക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ മുളക് പൊടി, കായപ്പൊടി, ഉലുവ പൊടിച്ചത്, അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, കാശ്മീർ ചില്ലി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, കാരണം കളറിന് വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾക്കിതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. ഓൾറെഡി ഈ മാങ്ങയിൽ ഉപ്പുള്ളത് കൊണ്ട് നമ്മളിപ്പോൾ ആഡ് ചെയ്യേണ്ട, ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലോണം ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. ആ എണ്ണയിൽ തന്നെ ഒന്ന് സെറ്റായി ഒരു 3-4 മിനിറ്റ് നല്ലോണം സെറ്റായിരിക്കട്ടെ കേട്ടോ. അതിന് ശേഷം കുറച്ച് വിനീഗർ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾക്ക് ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് തിളച്ച് വന്ന ശേഷം അല്പം വേണമെങ്കിൽ ഉപ്പ് നോക്കുക കേട്ടോ. എന്നിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമ്മുടെ അച്ചാർ നമുക്ക് തന്നെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അടമാങ്ങ കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്